ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള തിരുവചന ഭാഗം. ഇന്ന് വിശുദ്ധ എസ്തപ്പാന സഹദായുടെ തിരുനാൾ ദിവസമാണ്. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി, ക്രിസ്തുനാഥന് വേണ്ടി വീരചരമം പ്രാപിച്ച ധന്യ സഹദായുടെ അനുഗ്രഹീത പ്രാർത്ഥനാ സഹായത്തിന് മുമ്പിൽ നമുക്ക് ശിരസ്സ് നമിക്കാം. ഈ ധന്യവിശുദ്ധനിലൂടെ ദൈവം നിരവധിയായ ദാനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി നൽകട്ടെ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നില്ല എസ്തപ്പാനോസ്. ആദിമ സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ സഭയുടെ വിശ്വാസ വഴിയിലൂടെ കടന്നു വന്നപ്പോൾ അവരൊക്കെ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ആ പണം ശിഷ്യന്മാരുടെ പാദാദികെ സമർപ്പിച്ചപ്പോൾ സഭയുടെ ആദ്യ നാളുകളിൽ അവൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നത്. സുവിശേഷദൂതുമായി ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ഒരു നിയോഗം ശിഷ്യന്മാർ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ കരുതൽ നൽകാനും എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ആദിമ ക്രൈസ്തവ സമൂഹം തിരഞ്ഞെടുത്ത 7 ഡീക്കന്മാർ. ഭക്ഷണകാര്യങ്ങളുടെ ക്രമീകരണമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനമായ അജണ്ട. അവരിൽ വേറിട്ട് നിന്ന ഒരുവൻ വിശുദ്ധ എസ്തപ്പാനോസ് ശിഷ്യന്മാരുടെ അധരങ്ങളിൽ നിന്ന് ശ്രവിച്ച യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെയും അവൻ്റെ വ്യക്തിപ്രാഭവത്വത്തിൻ്റെയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനസാഗരങ്ങളുടെ മുമ്പിൽ അവന് സാക്ഷിയായിട്ട് തീരുകയാണ്. ധീരനായ ഒരു വചനപ്രഘോഷകനായി യേശുവിനെ കുറിച്ച് അവൻ ശബ്ദമായി സംസാരിക്കുമ്പോൾ അവൻ യഹൂദരുടെ കണ്ണിലെ കരടായി മാറുന്നു. പലവട്ടം അവനോട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടെ അവനെ ഉറക്കെ പ്രഘോഷിച്ചു. ഫലമോ കല്ലേറുകൊണ്ട് പിടഞ്ഞ് മരിക്കേണ്ടി വന്നു ഈ എസ്തപ്പാന സഹദായ്ക്ക്. മരണത്തിൻ്റെ അന്ത്യവിനാഴികയിൽ പോലും ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എസ്തപ്പാനോസ് ധീര മൃത്യു വരിക്കുക. അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന അവസാനത്തെ പ്രാർത്ഥന കാൽവരി കുരിശിൽ തമ്പുരാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പുനരാവിഷ്കരണമായിരുന്നു. കർത്താവേ, ഈ തെറ്റ് ഇവരുടെ മേൽ ആരോപിക്കരുതേ. ധീര ചരമം പ്രാപിച്ചുകൊണ്ട് ആദ്യ രക്തസാക്ഷിയായി ആദ്യ വിശുദ്ധ ഗണത്തിൽ ഒരുവരായി മാറുന്ന എസ്തപ്പാന സഹദാ കല്ലേറുകളെ പൂമാലകളാക്കി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാനും അവൻ്റെ നാമം ഉറക്കെ പ്രഘോഷിക്കുവാനും ധൈര്യം കാണിച്ച ഈ ധീര സഹദായെ പോലെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ക്രിസ്തുവിന് സാക്ഷികളാകാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മെ ദോഹിക്കുന്നവരെല്ലാം ശിക്ഷിക്കപ്പെടണമെന്നുള്ള ഈ ന്യൂജൻ കാലഘട്ടത്തിലെ ചിന്തകൾക്ക് അതീതമായി കർത്താവെ, ഈ തെറ്റ് ഇവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പ്രാർത്ഥിച്ച എസ്തപ്പാനോസിൻ്റെ പുണ്യമാതൃക കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ധന്യവിശുദ്ധനായ എസ്തപ്പാനോസിൻ്റെ വലിയ പ്രാർത്ഥനാ സഹായം നമുക്ക് കൂട്ടിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ.